ഹലോ, വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ഖിതാബ ഇസ്ലാമിയയിൽ ബാക്കിയുള്ള ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഖിതാബ ഇസ്ലാമിയ യൂണിറ്റ് 2 അതിന് മുന്നുള്ള ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു സെഷനിൽ ഖിതാബ ഇസ്ലാമിയയിലുള്ള ഹജ്ജാജ് ബിൻ യൂസുഫ്, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ പല ആളുകളും കേട്ടതായിരിക്കും. അമവി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണസാരഥ്യം കൊണ്ടൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ കൊണ്ടൊക്കെ ഒരു ന്യൂട്ടോറിയസ്, ഒരു കുപ്രസിദ്ധി കൂടി നേടിയിട്ടുള്ള ഒരാളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്നവർ. അവരുടെ ജീവിതകാലം ഹിജറ 41 to 95 എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. മുലിദ അബൂ മുഹമ്മദ് അൽ ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി സന 41 ഫി മഹദിൽ ഖുമൂലി വൽ ഫഖർ. ദാരിദ്ര്യത്തിൻ്റെയും അതേപോലെ നിസ്വതയും വളരെ പാവം പശ്ചാത്തലത്തിലൊക്കെയാണ് ഹജ്ജാജ് എന്നവർ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബൂ മുഹമ്മദ് എന്നുള്ളത്. ഖിതാബ ഇസ്ലാമിയിൽ സിയാദ് കഴിഞ്ഞാൽ കൂടുതൽ റെലവൻസ് ഉള്ള ഒരാളാണ് ഹജ്ജാജ് എന്ന് പറയുന്നത്. ഫസാവല മഅ അബീഹി തഅലീമ സുബിയ ബി ത്വായിഫ്. ത്വായിഫിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കൂടെ എന്ത് ചെയ്തു? കുട്ടികളെ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു. ഓക്കെ, അപ്പോൾ തഅലീമ സുബിയ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എവിടെയാണ്? ത്വായിഫിലാണ്. കാന ഹുവ വ അബൂഹു വ അഖൂഹു മുഅല്ലിമീന ഫി ത്വായിഫ്. അദ്ദേഹവും അതേപോലെ അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനുമൊക്കെ എവിടെയായിരുന്നു? ത്വായിഫിലുള്ള അധ്യാപകരായിരുന്നു. ഓക്കെ, അപ്പോൾ ഹജ്ജാജ് ത്വായിഫിലാണ്. ജഅലഹു റൂഹ് ബിൻ സംബാ അൽ ജദാമി അഹദ അഅവാൻ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഫി ശുർത്തതിഹി. നമ്മുടെ ഹജ്ജാജിനെ റൂഹ് ബിൻ സംബാ എന്ന് പറയുന്ന അബ്ദുൽ മലിക്കിൻ്റെ സഹായികളിൽ ഒരാളായിട്ടുള്ളവർ എന്ത് ചെയ്തു? തൻ്റെ പോലീസ് വ്യൂഹത്തിലേക്ക് ആരെയും ഉൾപ്പെടുത്തി? ഹജ്ജാജിനെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നമ്മ ഇല ജയ്ഷ് ഹബീഷ് ബിൻ ദൽജ എന്ന് പറയുന്നവരുടെ സൈന്യ വിഭാഗത്തിലേക്കും ആര് ചേർന്നിട്ടുണ്ട്? ഹജ്ജാജ് പിന്നീട് ചേരുന്നുണ്ട്. സുമ്മ ഇല ഷുർത്തത്തി റൂഹ് ബിൻ സംബാ, അത് നേരത്തെ നമ്മൾ പറഞ്ഞു. വസീർ അബ്ദുൽ മലിക് ബിൻ മർവാൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ സഹായിയാണ്. ആരാണ് സഹായി എന്ന് പറയുന്നത്? മന്ത്രിപദത്തിൽ ഉണ്ടായിരുന്നവരാണ് റൂഹ് ബിൻ സംബാ എന്ന് പറയുന്നവർ. അപ്പോൾ അവരുടെ പോലീസ് വിഭാഗത്തിലും അതേപോലെ ഹബീഷ് എന്ന് പറയുന്നവരുടെ സൈനിക വിഭാഗത്തിലും സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ആര്? ഹജ്ജാജ് ബിൻ യൂസുഫ്. ഖാദൽ ഹജ്ജാജു അൽ ജുനൂദ ഇല അബ്ദുല്ലാഹി ബിൻ സുബൈർ. അമവി കാലഘട്ടത്തിൽ നമുക്കറിയാം സുബൈരിങ്ങളും അതേപോലെ അമവികളൊക്കെ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരുടെ നേർക്കുള്ള സൈന്യത്തിൽ തലവനായിട്ട് ഹജ്ജാജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹാസർഹു ബി മക്ക. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു എന്ത് ചെയ്തു? മക്കയിൽ അവർ ഉപരോധിച്ചു. സുമ്മ ഖതലഹു, കൊന്നുകളഞ്ഞു. വഅസാല മുൽക്കു, അദ്ദേഹത്തിൻ്റെ അധികാരം നീക്കുകയും ചെയ്തു. ഫതഥബ്ബത കിഫായതുഹു വസമത് മകാനതുഹു ഫി നഫ്സി അബ്ദുൽ മലിക്. ഇങ്ങനെയുള്ള ചില നടപടികൾ മൂലം അബ്ദുൽ മലിക്കിൻ്റെ അടുക്കൽ ഹജ്ജാജിന് എന്ത് ചെയ്തു? വലിയ സ്ഥാനവും കീർത്തിയൊക്കെ സ്ഥിരപ്പെട്ടു. അങ്ങനെ വല്ലാഹുൽ ഇറാഖ്. അപ്പോൾ ഹജ്ജാജിൻ്റെ ഇത്തരം ഒരു സൈനികമായിട്ടുള്ള അല്ലെങ്കിൽ അധികാര സംബന്ധമായിട്ടുള്ള ഒരു മേന്മയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഒരു ആധിപത്യം തിരിച്ചറിഞ്ഞ് അബ്ദുൽ മലിക് അദ്ദേഹത്തിന് ഇറാഖിൻ്റെ പവർ കൊടുത്തു, അധികാരം കൊടുത്തു. വഹുവ യൽതരിബ ഫിത്നത്തി ഷിയാക്കളുടെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വൽതരി സൗറത്തുൽ ഹവാരിജുകളുടെ വിപ്ലവങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയത്താണ് ഹജ്ജാജിനെ ഏൽപ്പിക്കുന്നത്. വ ബഖിയ തൗല ഹയാത്തിഹി ബിൽ ഇറാഖ് ദുആമത്തുൽ മലിക്. അബ്ദുൽ മലിക്കിൻ്റെ ഒരു നെടുംതൂണായിട്ട് ഇറാഖിൽ ജീവിതകാലം ശിഷ്ടകാലം ആര് ചെലവഴിച്ചു? ഹജ്ജാജ് ചെലവഴിച്ചു. വബ്നുഹു അൽ വലീദ്, അതേപോലെ തന്നെ വബ്നിഹി അൽ വലീദ്, വലീദ് എന്ന് പറയുന്ന അബ്ദുൽ മലിക്കിൻ്റെ മകനെയും സഹായിച്ചുകൊണ്ട് അവിടെ ഉണ്ടായി. സന 95. അങ്ങനെ അദ്ദേഹം വലിയ പ്രവിശാലമായ ഒരു ഏരിയ ആർക്ക് കീഴിൽ കൊണ്ടുവന്നു? അമവികൾക്ക് കീഴിൽ കൊണ്ടുവന്നു. അവസാനം അദ്ദേഹം ഭരണസിരാ കേന്ദ്രമായിട്ട് സ്ഥാപിച്ചതായിരുന്നു വാസിത്ത് എന്ന് പറയുന്നത്. 95 അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. കാനിൽ ഹജ്ജാജു തൊമാഹൻ ഇല സുൽത്താൻ വൽ മജിദ്. അദ്ദേഹം അധികാരത്തിലേക്കൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. സബീൽ അദ്ദുൽമി വൽ ഖസ്വ, അത് വളരെ സൗമ്യമായ രീതിയിലല്ല, വളരെ അക്രമോത്സുകമായ രീതിയിൽ തന്നെ അധികാരം നേടിയെടുക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പോൾ തദറലിനൈലിഹിമാബിൽ ഫസാഹ വൽ ഖുവ, അദ്ദേഹം ശക്തിയും അതേപോലെ ഭാഷാ മികവൊക്കെ എന്ത് ചെയ്തു? അതിനുവേണ്ടി മാധ്യമമായി ഉപയോഗിച്ചു. വറസഖഹുല്ലാഹു മിൻ തലാവത്തിൽ ലിസാൻ വഖുവത്തിൽ ജിനാൻ അൽ ഖിസ്ത് ലൗഫർ. അദ്ദേഹത്തിന് അള്ളാഹു എന്ത് നൽകിയിട്ടുണ്ട്? ഈ നാവിൻ്റെ സാഹിത്യപരമായ ശേഷിയും കഴിവൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഹജ്ജാജ് ബിൻ അഅ്ലമി റിജാൽ വഖദ് കാന സിയാസിയൻ ഖദീറൻ വ ഇദാരിയൻ ഹാസിമൻ. നല്ല ഭരണ പാഠമൊക്കെ ഉള്ള ആളാണ്. ലാക്കിൻ ഹു കാന ഖാസിയൻ ശദീദ്. പക്ഷേ ഒട്ടും അലിവില്ലാത്ത വളരെ കഠിന ഹൃദയനായിരുന്നു അദ്ദേഹം.
കമാ കാന ഖത്തീബൻ ബാരിയ, നല്ല പ്രഭാഷകനായിരുന്നു. വക്കാന ആയത്തൻ ഫിൽ ബലാഗ, ബലാഗത്തിൽ ഒരു തെളിവ് തന്നെയായിരുന്നു, ഒരു അവലംബമായിരുന്നു അദ്ദേഹം. ഫസാഹത്തിൽ ലിസാൻ വഖുവത്തിൽ ഹുജ്ജ, അദ്ദേഹം അത്രയും മികവോടുകൂടി സംസാരിക്കാൻ, സാഹിത്യപരമായിട്ട് ബലാഗ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. വഖാൽ അബൂ അംർ ബിൻ അല പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ അഫ്സഹ മിനൽ ഹസനുൽ ബസ്രി മിനൽ ഹജ്ജാജ്, ഹജ്ജാജിനേക്കാളും ഹസനുൽ ബസ്രിയേക്കാളും അഫ്സഹ ആയിട്ടുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അബ്ദുൽ മലിക് ഒരു ദിവസം പറയുന്നുണ്ട്, കുല്ലു മ്രിഇൻ യഅരിഫു ഉയൂബ നഫ്സിഹി ഫസിഫ് നഫ്സക വലാ തഖഫ് അന്നി ഷൈഅ, നീ എല്ലാവർക്കും എന്തറിയാം, ഐബുകൾ സ്വന്തം ഐബ് അറിയാം, നീ എന്തേതോ പറഞ്ഞോ, എന്താ വേണ്ടതില്ല, എന്നെ പേടിക്കേണ്ടതില്ല. ഫഖാല അന ലജൂജുൻ ഹഖൂദുൻ ഹസൂദ്, അപ്പോൾ ഞാൻ ഭയങ്കര അസൂയയും പകയും ഒക്കെയുള്ള ഒരാളാണ് എന്ന് വിശേഷണം പറയുകയും ചെയ്തു ഹജ്ജാജ്. കാന ഫസീഹൻ ഖവിയ്യൽ ഹുജ്ജ ലാ യകാദു യഅദിലുഹു ഫീ ദാലിക അഹദുൻ മിൻ അഹ്ലി സമനിഹി, അദ്ദേഹത്തിൻ്റെ ഫസാഹത്തിനോട് ആ കാലഘട്ടത്തിൽ ഒരാളും തുല്യമാകുമായിരുന്നില്ല, അത്രയും അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കാൾ മികവ് ഉണ്ടായിരുന്നു. മാലിക് ബിൻ ദിനാർ പറയുകയാണ്, മാ റഅയ്തു അഹദൻ അബിയന മിനൽ ഹജ്ജാജ്, ഹജ്ജാജിനേക്കാളും ബയാനിന് ശേഷിയുള്ള ഒരാളെ കണ്ടിട്ടില്ല. ഇന്നഹു കാന ലയർഖൽ മിംബർ ഫയദ്കുറു ഇഹ്സാനഹു ഇലാ അഹ്ലിൽ ഇറാഖ്, മിമ്പറിൽ കയറിയിട്ട് എന്ത് ചെയ്യും, നന്മകൾ ഇങ്ങനെ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹം ഇറാഖിലെ ആളുകളോട് പറഞ്ഞു കൊടുക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, ലൗ ജാഅത് കുല്ലു ഉമ്മത്തിൻ ബി ഖബീസിഹ, ഓരോ ടീമും അവരിൽ ഏറ്റവും നീചനായ ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ, വജിഇനാ ബിൽ ഹജ്ജാജ്, നമ്മൾ ഹജ്ജാജിനെയും കൊണ്ടുവരികയാണെങ്കിൽ, ക്രൂരന്മാരൊക്കെ ആളുകളെ കൊണ്ടുവന്നാൽ ല ഖബലബിനാഹും, ആ ടീമിനെയൊക്കെ നമ്മൾ അതിജയിക്കും, ഹജ്ജാജ് എന്ന് പറയുന്ന ഒറ്റ ആൾ മതി നമുക്ക്. വഖാല ഹസൻ ബസരി പറയുന്ന ഹജ്ജാജ അദാബുല്ലാഹി, അത് അള്ളാഹിൻ്റെ അദാബാണ്. ഫലാ തദ്ഫഉ അദാബ് അല്ലാഹ്, അള്ളാഹിൻ്റെ അദാബ് നിങ്ങൾക്ക് തടുക്കാൻ കഴിയില്ല. ബൈദിക്കും, നിങ്ങളുടെ കരങ്ങളെ കൊണ്ട്. വലാകിൻ അലൈക്കും ബിൽ ഇസ്തിഖാന വതളർ, നിങ്ങൾക്ക് മറിഞ്ഞിരിക്കുക, കയ്യൊതുക്കം പ്രകടിപ്പിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ അദാബിനെ നിങ്ങൾക്ക് എന്താക്കാൻ കഴിയില്ല, പ്രതിരോധിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജാജുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് സൈറ്റേഷൻസ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞതുണ്ട്. അതേപോലെ ത്വായിഫ്, അദ്ദേഹത്തിന് 41-95 അധികാര കേന്ദ്രം, ഇത് നമ്മുടെ വാസിത്തിൽ അതൊക്കെ സ്ഥാപിക്കുകയും അവിടെ മരണപ്പെടുകയും ചെയ്തു. ത്വായിഫിലായിരുന്നു ബാല്യകാലം ചെലവഴിക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജാജുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഖിതാബ ഇസ്ലാമിയിൽ തന്നെ നമുക്ക് പറയാനുള്ള ഏറ്റവും അവസാനത്തതും വളരെ ചെറുതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ത്വാരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്നവർ. ഇസ്ലാമിക ചരിത്രത്തിൽ ഫാത്തിഹീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ ഒരാളാണ് ത്വാരിഖ്. പക്ഷേ യൂണിറ്റ് 2 ആപേക്ഷികമായി വളരെ ചെറിയ രീതിയിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളൂ. ഖായിദുൻ അസ്കരിയുൻ ഷഹീറുൻ മിൻ ഖുവാദിൽ ഫുതുഹാത്തിൽ അറബിയ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക യുദ്ധവിജയങ്ങളിലെ നേതൃത്വത്തിൽ ഏറ്റവും പ്രസിദ്ധി നേടിയ സൈനികനാണ്. ഫിൽ അഹദിൽ അമവി കാലഘട്ടത്തിൽ. ഉലദ ഫി ഖബീലത്തി നഫ്സ്, അദ്ദേഹത്തിൻ്റെ ഇതാണ് വനസബുൽ ഇദ്രീസ്, അദ്ദേഹത്തിൻ്റെ നസബ് ഇദ്രീസിയാണ്. ഇല ഖബീലത്തി സനാത്ത് അൽ ബർബരി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നസബയുമായി ബന്ധപ്പെട്ട് വിവിധ അഭിപ്രായങ്ങളുണ്ട്. ചിലയിടത്തൊക്കെ നോക്കിയാൽ ഒരുപാട് അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അവർ കൃത്യമായിട്ട് ചില ആളുകൾ നഫ്സ പറയുന്നുണ്ട്, ചില ആളുകൾ സനാത്ത എന്ന് പറയുന്ന ബർബർ ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ നിന്നാണെന്ന് പറയുന്നു. 92 വലീദിൻ്റെ കാലത്ത് ജഹാസഹു മൂസബിൻ നസീർ, വലീദിൻ്റെ ഗവർണറായിരുന്ന മൂസബിൻ നസീർ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ബി 12,000 ജുന്ദിയൻ, 12,000 സൈന്യവുമായിട്ട് എന്ത് ചെയ്തു, ലി ഗസ്വിഹ, സ്പെയിനിലേക്ക് പറഞ്ഞേക്കാണ്. ലി ഗസ്വിഹ വ ഫത്ഹിഹ ലിദ്ദൽ മലിക് ലദിരീഖ്, ലദിരീഖ് എന്ന് പറയുന്ന സ്പാനിഷ് അധികാരിക്കെതിരെ യുദ്ധം ചെയ്യുവാനും ആ നാടിനെ കീഴടക്കുവാനും വേണ്ടിയിട്ട് 12,000 സൈനിക സഹായത്തോടുകൂടി സ്പെയിനിലേക്ക് വലീദിൻ്റെ കാലത്ത് മൂസബിൻ നസീർ എന്താവുകയാണ്, നമ്മുടെ ത്വാരിഖ് ബിൻ സിയാദ് എന്നവരെ പറഞ്ഞയക്കുകയാണ്. ലമ്മ ഖാബലഹും അൽ മലിക് ലദിരീഖ്, അവരെ ആരെ കണ്ടുമുട്ടി, മലിക് ലദിരീഖ് കണ്ടുമുട്ടി. വിജയ്ഷൻ അലീമിൻ, വലിയ സൈന്യമാണ് ആർക്കുള്ളത്, ലദിരീഖിനുള്ളത്. ഖശിയ ത്വാരിഖ് ശരിക്ക് പേടിച്ചു. അയ്യത്തഖഹ്ഖറ റിജാലുഹു, എൻ്റെ ടീം എന്നെ വിട്ട് പിന്തിരിഞ്ഞു പോകുമോ, ഖഹ്ഖറാനല്ലേ പിന്തിരിഞ്ഞു പോകുമോ, മടങ്ങിപ്പോകാൻ അദ്ദേഹത്തിന് പേടിയായി. അങ്ങനെ എന്ത് ചെയ്തു, ഫഅഹറഖ ഉസ്തൂലഹും, അദ്ദേഹത്തിൻ്റെ കപ്പൽ വ്യൂഹത്തെ കരിച്ചു കളഞ്ഞു. വഅൽഖാ ഫീഹിം ഖുത്ബത അൽ മഷ്ഹൂറ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണമാണ് ത്വാരിഖ് ബിൻ സിയാദിൻ്റെ. ആ പ്രഭാഷണം നിർവഹിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ലദിരീഖിൻ്റെ സൈനിക വ്യൂഹത്തെ കണ്ടിട്ട് അദ്ദേഹം പേടിച്ചു എന്നല്ല, അദ്ദേഹത്തിൻ്റെ അനുയായികൾ കൂടെ യുദ്ധം ചെയ്യാൻ വന്നവരിതൊക്കെ കൂടി കണ്ട് പേടിച്ചു പോകുന്ന അദ്ദേഹം എന്ത് ചെയ്തു, ശങ്കിച്ചു. അങ്ങനെ അതില്ലാതാക്കാനുള്ള മാർഗം എന്താണ്, കപ്പൽ വ്യൂഹം കത്തിച്ചാണ്. ഇനിയുള്ളത് എന്താണ്, കേവലം യുദ്ധം ജയിക്കാനുള്ള പോരാട്ടമല്ല, ജീവൻ മരണ പോരാട്ടമാണ്.
തിരിച്ചു പോകുക എന്നുള്ളൊരു ആശങ്കയല്ല. ഒന്നുകിൽ ഇവിടുന്ന് തീരുക അല്ലെങ്കിൽ ഇത് ജയിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഊർജ്ജം 10 മടങ്ങായിരിക്കും. അപ്പോൾ ആ ഒരു തന്ത്രമാണ് ആര് പയറ്റിയിരുന്നത്? ത്വാരിഖ് ഇബ്നു സിയാദ് പയറ്റിയത്. ഖബ ത്വാരിഖ് അലാ ലദീഖിനെ പിടിച്ചു. വഖതലഹു കൊന്നു. അല്ലാഹു മൂസ അലാ മൻതഖത്ത് തഞ്ച എന്ന് പറയുന്ന പ്രദേശത്ത് അധികാരം ഏൽപ്പിച്ചു മൂസ. ബഅദ ദാലിക ഇസ്തദഅഹുൽ വലീദ് ഇലാ ദിമഷ്ക്. പിന്നീട് എന്ത് ചെയ്തു? വലീദിൻ്റെ ആളാണല്ലോ മൂസ. വലീദ് എന്ത് ചെയ്തു? ഡമസ്കസിലേക്ക് വിളിപ്പിച്ചു. അവിടെ വെച്ചിട്ട് 102 ആരെന്താവുകയും ചെയ്തു? ത്വാരിഖ് എന്നവർ മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രഭാഷണമാണ് അയ്യുഹന്നാസ്, ജനങ്ങളെ, ഐനൽ മഫർ, എവിടേക്കാണ് പിന്തിരിഞ്ഞോട്ടം? അൽ ബഹറു മിൻ വറായിക്കും, പിന്നിൽ സമുദ്രമാണ്. വൽ അദുവ്വു അമാമക്കും, മുന്നിൽ ശത്രുവ്യൂഹമാണ്. വലൈസ ലക്കും വല്ലാഹ്, അല്ലാഹു സത്യം നിങ്ങൾക്കില്ല കേട്ടോ. എല്ലാ സിദ്ഖ് വസ്സബർ, സത്യസന്ധതയും ക്ഷമയുമല്ലാതെ. വഅലമു, അറിഞ്ഞുകൊള്ളുക, അന്നകും ഫി ഹാദിഹിൽ ജസീറ, നിങ്ങൾ ഈ ദ്വീപിൽ അളിയ മിനൽ അയ്യാം ഫി മഅദുബത്തിൽ ലിആം, നിങ്ങൾ വളരെ എന്തായതാണ് കൊത്തിവലിക്കാൻ ഇങ്ങനെ പാകത്തിൽ ആയി തീർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേറൊരു മാർഗവുമില്ല. നിങ്ങൾ ആ സത്യത്തിൻ്റെ അതിൽ ഇങ്ങനെ വലിച്ചു കയറാൻ വേണ്ടി ഇടപെട്ടവരെ പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ പരമാവധി ഊർജം സംഭരിച്ചുകൊണ്ട് പോരാടേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ പ്രഭാഷണത്തിൻ്റെ അൽഹാസിൽ, രത്ന ചുരുക്കം എന്ന് പറയുന്നത്. യൂസുഫിലെ ത്വാരിഖ് ബിൻ സിയാദിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. ഇന്നഹാഹു ഹുക്കിമുൽ ഖൂത്ത് അൽ ഗർബിയ്യൻ, ഈ ഭരണകൂടത്തിൻ്റെ ഹസ്ബാനിയ എന്ന് പറയുന്ന അവിടുത്തെ ഭരണകൂടത്തിൻ്റെ അധികാരം അവസാനിപ്പിച്ചിട്ടുള്ളത് ത്വാരിഖ് എന്നവരാണ് എന്ന് പറയപ്പെടുന്നു. വൈലഹി യൂസഫ് ജബൽ ത്വാരിഖ്, അല്ലെ, ജിബ്രാൾട്ടർ കടലിടുക്ക് എന്ന് പറയുന്ന ജബൽ ത്വാരിഖ്, അതും ഇദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്നു. വഹുവ അൽ മൗലു അല്ലദീ വതഅഹു ജയ്ഷുഹു ഫി ബിദായത്തി ഫതഹിൽ, സ്പെയിന് കീഴടക്കാനുള്ള ആ തുടക്കത്തിൽ അവർ ചവിട്ടുന്ന പ്രദേശമാണ് എന്ത്? ജബൽ ത്വാരിഖ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ജബൽ ത്വാരിഖ് എന്നുള്ളത് ഇവരിലേക്ക് ചേർക്കപ്പെട്ട് പറയപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹജ്ജാജ്, അതേപോലെ ത്വാരിഖ് ബിൻ സിയാദ്, ഇതോടുകൂടി യൂണിറ്റ് 2 നമ്മുടെ ഈ പറയുന്ന ഭാഗം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.